സന്ധ്യാദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. എന്താണ് പുനർജന്മം? ജീവാത്മാവിനെ പരമാത്മാവിന്റെ ഭാഗമായി കാണുന്നുവെങ്കിൽ ശരീരം വിട്ട ജീവാത്മാവ് പരമാത്മാവിൽ ലയിക്കുന്നു. പിന്നീട് അതിന് മറ്റൊരു ജനനമില്ല. അഥവാ ഇനി മറ്റൊരു ജന്മമുണ്ടെങ്കിൽ ലോകജീവിതം മായയെന്ന് വിശ്വസിക്കുമ്പോൾ അതിൻ്റെ ഓർമ്മ അടുത്ത ജന്മത്തിലേക്ക് കടന്നുകൂടാൻ യാതൊരു സാധ്യതയുമില്ല. ഇപ്രകാരം ചിന്തിക്കുമ്പോൾ പുനർജന്മം എന്നത് അസാധ്യമായ കാര്യമാണ് എന്ന് വരുന്നു. അതിനാൽ കഴിഞ്ഞതും വരാനിരിക്കുന്നതുമായ ജന്മങ്ങളെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് കലുഷിതമാകാതെ ഈ ജന്മം മനോഹരമായി ജീവിച്ചു തീർക്കുക. അർത്ഥമറിയാതെ ചൊല്ലിയാലും പ്രാർത്ഥന തന്നെയാണ്. എന്നാൽ അർത്ഥമറിഞ്ഞു ചൊല്ലുമ്പോൾ അത് കൂടുതൽ ഫലമുള്ളതായി മാറുന്നു. ഇനി നമുക്ക് സന്ധ്യാനാമം കേൾക്കാം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം. മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഹരിനാമ കീർത്തനം ഉണരും പുലരി തിരുവാക ചാർത്തു ഞാൻ ഓർത്തു പോകും. ഹരിനാമ കീർത്തനം ഉണരും പുലരി തിരുവാക ചാർത്തു ഞാൻ ഓർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോൾ അവിടുത്തെ തിരുമുടി കൺമുന്നിൽ നിന്നിമായും. തിരുമുടി കൺമുന്നിൽ നിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ആകതാരിലാർക്കുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. ആകതാരിലാർക്കുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ, അടിയന്റെ മുന്നിലുണ്ടെപ്പോഴും മായാതെ അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം. അവതാര കൃഷ്ണനിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ
ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. പുരാണേതിഹാസങ്ങളിൽ പല ഭാഗത്തും ഋഷ്യശൃംഗന്റെ കഥ പറയുന്നുണ്ട്. വിഭാണ്ഡക മുനിയുടെ പുത്രനായ ഋഷ്യശൃംഗനെ സ്ത്രീവർഗത്തെ കാണാതെയാണ് പിതാവ് വളർത്തിയത്. എന്നാൽ ഋഷ്യശൃംഗന്റെ നിയോഗം മറ്റൊന്നായിരുന്നു. മനുഷ്യന്റെ കണക്കുകൂട്ടലുകൾക്കപ്പുറത്താണ് വിധി നിയോഗങ്ങൾ. ഇതാ ഇന്നത്തെ കഥയമമ ഋഷ്യശൃംഗന്റെ കഥയാണ് നമുക്കായി അവതരിപ്പിക്കുന്നത്. കാണാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും നമസ്കാരം. കുറച്ചു കാലം മുമ്പ് വരെ കൊടിയ വേനലായിരുന്ന സമയത്ത് നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നു കുറച്ചെങ്കിലും ഒരു മഴയുടെ സാന്നിധ്യം ഉണ്ടാവുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന്. ഒന്ന് മഴ പെയ്ത് കിട്ടിയാൽ മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും. ഇതുപോലെ ലോമപാത രാജാവ് അംഗരാജ്യത്തേക്ക് മഴ പെയ്യിക്കാനായിട്ട് ആനയിച്ച് കൊണ്ടുവന്ന ഒരു മുനികുമാരൻ്റെ കഥ പല ആളുകളും കേട്ടിട്ടുണ്ടാവും. ഇന്ന് അദ്ദേഹത്തെക്കുറിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. സാക്ഷാൽ ഋഷ്യശൃംഗ മഹർഷിയെക്കുറിച്ച് നമുക്ക് ഇന്ന് ഒന്ന് ചിന്തിക്കാം. ഈ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു ചലച്ചിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓർമ്മകളായിരിക്കും പല ആളുകൾക്കും മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടാവുക. എന്നാൽ ഇത്തരത്തിലുള്ള ചലച്ചിത്ര ആവിഷ്കാരങ്ങളിലേക്കൊക്കെ നമ്മളുടെ പുരാണ സങ്കല്പങ്ങൾ കടന്നു ചെല്ലുമ്പോൾ അതിന് യഥാർത്ഥത്തിലുള്ള ഒരു മാനം പലപ്പോഴും കൽപ്പിക്കപ്പെടാറില്ല. യഥാർത്ഥത്തിൽ പ്രമാണത്തിലുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല ആ ചിത്ര ആവിഷ്കാരത്തിൽ കാണിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ വലിപ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഋഷ്യശൃംഗ മഹർഷി കശ്യപൻ്റെ മകനായിട്ടുള്ള വിഭാണ്ഡകൻ എന്ന് പറയുന്ന മഹർഷിയുടെ ഒരു പുത്രനാണ്. അദ്ദേഹം വിവാഹമൊന്നും കഴിച്ചിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യാസ്ഥാനം ഉണ്ടായിരുന്നത് ഒരു പേടമാനായിരുന്നു. ആ പേടമാനിൽ വിഭാണ്ഡകന് ജനിച്ചിട്ടുള്ള മകനാണ് ഋഷ്യശൃംഗൻ. അതുകൊണ്ട് തന്നെ പല കഥകളിലും പറയാറുണ്ട് അദ്ദേഹത്തിന് ഒരു കൊമ്പ്, ഒരു കലമാൻ്റെ കൊമ്പ് പോലത്തെ ഒരു കൊമ്പ് അദ്ദേഹത്തിൻ്റെ ശിരസിൽ ഉണ്ടായിരുന്നത്രേ. അദ്ദേഹത്തിൻ്റെ മാഹാത്മ്യം എന്ന് പറയുന്നത് അദ്ദേഹവും തൻ്റെ പിതാവും മാത്രമുള്ളൊരു ലോകമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പിതാവ് പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാ തരത്തിലുള്ള വിദ്യകളും വളരെ എളുപ്പത്തിൽ തന്നെ ആ മഹാത്മാവ് ഹൃദയസ്ഥാക്കി എപ്പോഴും പിതാവിനെ മാത്രം ഗുരുസ്ഥാനത്ത് കണ്ടുകൊണ്ട് പൂജിച്ച് അദ്ദേഹം പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് അദ്ദേഹം ഒരു വനപ്രദേശത്ത് കഴിഞ്ഞുകൂടുകയായിരുന്നു. ആ സമയത്താണ് ലോമപാതൻ എന്ന് വിളിക്കപ്പെടുന്ന അംഗരാജ്യത്തെ രാജാവിന് ദീർഘനാളുകളായിട്ട് അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മഴ അല്ലെങ്കിൽ വർഷം ഇല്ലാത്തൊരു ശാപം ഉണ്ടാവുകയും ആ ശാപത്തിൽ നിന്ന് മുക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഋഷ്യശൃംഗ കുമാരൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ആ മഴ അവിടെ കടാക്ഷിക്കൂ എന്ന് പ്രശ്നത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തെ ആനയിക്കാനായി കൊട്ടാരത്തിലെ സ്ത്രീകളെ അദ്ദേഹം ഈ മഹർഷിയുടെ അടുത്തേക്ക് അയക്കുന്നതും അദ്ദേഹം ലോമപാത രാജാവിൻ്റെ ആ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് എത്രയോ പാവപ്പെട്ട മനുഷ്യർ കുടിവെള്ളം പോലും കിട്ടാതെ തൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് മാറുമല്ലോ എന്നുള്ളൊരു ഭാവത്തോടു കൂടി ആ മഹാത്മാവ് അംഗരാജ്യത്തേക്ക് വരികയും അവിടെ യാഗം നടത്തി മഴ പെയ്യ്ക്കുകയും ചെയ്തു എന്നുമാണ് കഥ. ഇവിടം തൊട്ട് നമുക്കറിയാം ലോമപാത രാജാവ് തൻ്റെ മകളായിരുന്ന ശാന്ത എന്ന് വിളിക്കപ്പെടുന്ന പെൺകുട്ടിയാണ് ഋഷ്യശൃംഗ മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കുന്നത്. ഈ ശാന്ത യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മകൾ ആയിരുന്നില്ല. അത് സാക്ഷാൽ ദശരഥ മഹാരാജാവിൻ്റെ മകളായിരുന്നു. ലോമപാത രാജാവിന് വളർത്താൻ വേണ്ടിയിട്ട് പുത്രദുഃഖം അദ്ദേഹത്തിന് ഉണ്ടായപ്പോൾ ഒരിക്കൽ അയോധ്യയിൽ പോയപ്പോൾ ഈ കുട്ടിയെ കാണുകയും ആ കുട്ടിയിൽ അതിയായിട്ടുള്ള മോഹം ഉണ്ടാവുകയും ആ മോഹം രാജാവിനെ അറിയിച്ചപ്പോൾ സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അച്ഛനായിട്ടുള്ള ദശരഥൻ വളർത്താനായിട്ട് ദത്തുപുത്രിയായിട്ട് കൊടുത്തതാണ് ഈ ശാന്തയെ. ഈ ശാന്തയെ വിവാഹം കഴിച്ചിട്ടുള്ളത് ഈ ഋഷ്യശൃംഗനാണ്. നോക്കൂ, ഇതേ ഋഷ്യശൃംഗനാണ് സാക്ഷാൽ ശ്രീരാമസ്വാമിയുടെ അവതാരം ഉണ്ടാവാൻ കാരണമായത്. അദ്ദേഹമാണ് ദശരഥ മഹാരാജാവിൻ്റെ ഒരു അഭ്യർത്ഥന പ്രകാരം പുത്രകാമേഷ്ടി എന്ന് പറയുന്ന ഒരു യാഗം നടത്തി അതിൽ നിന്ന് പായസം ഉണ്ടാക്കി അത് രാജ്ഞിമാർക്ക് കൊടുത്ത് 4 മക്കളെ അതിൽ നിന്നുണ്ടാക്കി ആ പാരമ്പര്യം തുടർച്ച ഉണ്ടാക്കിയത് സാക്ഷാൽ ഋഷ്യശൃംഗ മഹർഷിയാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമാണ് ഒരു തരത്തിൽ
ശ്രീരാമ അവതാരം ഉണ്ടാവാനുള്ള കാരണം. അപ്പം അത്രയധികം മഹാത്മാവായിട്ടുള്ള ഒരു അദ്ദേഹം വലിയ ശിവഭക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ശരീരം പോകുന്ന സമയത്ത്, ശരീരത്തെ അദ്ദേഹം ഉപേക്ഷിക്കുന്ന സമയത്ത് തൻ്റെ ആത്മാവിനെ അദ്ദേഹം ഒരു ശിവലിംഗത്തിൽ ലയിപ്പിച്ചു എന്നും ആ ശിവലിംഗത്തിന് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ ശിവലിംഗത്തിൻ്റെ മുകളിലും ആ കലമാൻ്റെ കൊമ്പ് ദൃശ്യമാണെന്നും അത് ഇന്നും ഭാരതഭൂമിയിൽ ഉണ്ട് എന്നുള്ളതൊക്കെ ഐതിഹ്യങ്ങളിൽ പെടുന്നു. ഇത്രയധികം പാരമ്പര്യമുള്ളൊരു മഹർഷിയാണ് അദ്ദേഹം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇപ്പോൾ ശങ്കര ഭഗവത്പാദരുടെയൊക്കെ പാരമ്പര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന ഒരു വിഭാഗം മഠങ്ങളിൽ ഒന്നാണ് ശൃംഗേരി എന്ന് വിളിക്കപ്പെടുന്നത്. ശൃംഗേരി മഠം. ആ ശൃംഗേരി എന്ന് പറയുന്ന പേര് അതിന് യഥാർത്ഥത്തിൽ വന്നത് ഋഷ്യശൃംഗഗിരി എന്നുള്ള പേരിൽ നിന്നാണ് എന്നാണ് പറയുക. ഈ ഋഷ്യശൃംഗ മഹർഷി അത് പണ്ടൊരു മലയായിരുന്ന സമയത്ത് അവിടെ തപസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുള്ള ഭൂമിയാണത്. അതുകൊണ്ടാണത്രേ അതിന് ഇന്ന് ശൃംഗേരി എന്നുള്ള പേര് വന്നത്. ഋഷ്യശൃംഗഗിരി എന്നുള്ള പേര് ലോപിച്ച് ഇന്ന് ശൃംഗേരി എന്നുള്ളതായിട്ട് മാറി. അപ്പം ഇത്രയധികം മഹത്തരമായിട്ടുള്ള പാരമ്പര്യമുള്ള അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള മഹർഷിമാർ നമ്മുടെ ഈ ഭാരതഭൂമിയിൽ നടന്നു പോയിട്ടുണ്ട്. അത് കേവലം മഴ പെയ്യ്ക്കുക എന്നുള്ളത് മാത്രമല്ല. നോക്കൂ, ഒരു നാരായണൻ്റെ അവതാരത്തിന് പോലും കാരണം ഉണ്ടാവണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം എത്രത്തോളം ആവണം. സാക്ഷാൽ വിഷ്ണു ഭഗവാൻ പോലും ഇദ്ദേഹം നടത്തിയ യാഗം കൊണ്ട് ഞാൻ വന്ന് ജനിക്കാം എന്ന് നിശ്ചയിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനൊക്കെയുള്ള ഗുരുഭാവം എത്രത്തോളം ഉണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ഋഷ്യശൃംഗ മഹർഷിയെ കാണുമ്പോഴാണ് നമ്മൾ ഭാരതീയ പൈതൃകത്തിലൂടെ അദ്ദേഹത്തെ നോക്കിക്കാണുന്നത്. അല്ലാതെ കേവലം ഒരു സ്ത്രീ വന്ന് ആ സ്ത്രീയുടേതായിട്ടുള്ള ചില രീതികളിലൊക്കെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോയി എന്നൊക്കെ പറയുമ്പോൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ആ പാരമ്പര്യത്തെ, തപസ്സിനെയൊക്കെ നമ്മൾ കുറച്ച് കാണുകയാണ് ചെയ്യുന്നത്. ഒരു തരത്തിലും അദ്ദേഹത്തെ ഒന്നും അങ്ങനെ കാണാതെ ഈ ഭാരതത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ഒരു മഹർഷി വര്യനായിട്ട് അദ്ദേഹത്തെ കണ്ടുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ അദ്ദേഹത്തിൻ്റെ കഥകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ. അങ്ങനെയുള്ള ആ മഹാത്മാവിനെ നമസ്കരിച്ചുകൊണ്ട് അടുത്ത ഒരു കഥയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. ചിതറിയ ചിന്തകളുമായി ധ്യാനിക്കുന്ന ഒരുവന് പുരുകമധ്യത്തിൽ കണ്ണു കേന്ദ്രീകരിച്ചാൽ ഏകാഗ്രത കിട്ടും പോലെ ഈശ്വരനു വേണ്ടിയുള്ള അന്വേഷണത്തിൽ മനസ്സിനെ ഏകാഗ്രമാക്കലാണ് ക്ഷേത്ര വിഗ്രഹ സന്ദർശനം സാധ്യമാക്കുന്നത്. ഇനി കാണാം ദീപാരാധന കാഴ്ചകൾ. കേരളത്തിലെ പ്രമുഖ ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് എറണാകുളത്തപ്പൻ ക്ഷേത്രം. എറണാകുളം എന്ന് ഈ ജില്ലയ്ക്ക് പേര് വന്നത് ഇറയനാർ കുളം എന്ന പദത്തിൽ നിന്നാണെന്ന് ചിലർ വാദിക്കുന്നു. ഇറയനാർ എന്ന് തമിഴിൽ വിശേഷിപ്പിക്കുന്നത് ശിവനെയാണ്. അതിനാൽ ശിവന്റെ കുളം സ്ഥിതി ചെയ്തിരുന്ന സ്ഥാനം എന്നതിൽ നിന്നാണ് ഇറയനാർ കുളവും കാലാന്തരത്തിൽ എറണാകുളവും ഉണ്ടായതെന്നാണ് വിശ്വാസം. ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. ഋഷിനാഗകുളത്തപ്പ ശരണം, ശ്രീ എറണാകുളത്തപ്പ ശരണം. ഋഷിനാഗക്കുളം എന്നതിൽ നിന്നാണ് എറണാകുളം രൂപപ്പെട്ടത് എന്നാണ് മറ്റൊരു വാദം. ഈ വാദത്തിന് ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യവുമായി ബന്ധമുണ്ട്. ക്ഷേത്രോൽപത്തിയുടെ ഐതിഹ്യം ദ്വാപരയുഗത്തിൽ നിന്നും ആരംഭിക്കുന്നു. അന്ന് ഹിമാലയ സാനുവിൽ തപസ് അനുഷ്ഠിച്ചിരുന്ന കുലമുനി തന്റെ യാഗത്തിന് പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാനായി ശിഷ്യന്മാരെ കാട്ടിലേക്ക് അയച്ചു. വഴിക്കു വച്ച് കണ്ട പാമ്പിനെ ദേവലൻ എന്ന ശിഷ്യൻ കൊന്നു. ഇതറിഞ്ഞ മുനി പാമ്പിന്റെ തലയും മനുഷ്യരുടെ ഉടലുമുള്ള ഒരു ജീവിയാകാൻ ശിഷ്യനെ ശപിച്ചു. പിന്നീട് മോക്ഷത്തിനുള്ള ഉപാധിയും പറഞ്ഞുകൊടുത്തു. പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ, പാശുപതാസ്ത്രം പാർത്ഥനു നൽകിയ പശുപതിയല്ലേ നീ. കിഴക്കുദിക്കിലൊരിടത്ത് ഒരിലഞ്ഞു മരച്ചുവട്ടിൽ നാഗങ്ങൾ പൂജ ചെയ്യുന്ന ഒരു ശിവലിംഗമുണ്ടെന്നും അത് വാങ്ങി ദക്ഷിണദിക്ക് നോക്കി സഞ്ചരിക്കണമെന്നും ഒരു സ്ഥലമെത്തുമ്പോൾ നിലത്തുവച്ച വിഗ്രഹം അവിടെ ഉറച്ചു പോകുമെന്നും അവിടെ വെച്ച് ശാപമോക്ഷം സിദ്ധിക്കുമെന്നുമായിരുന്നു ഗുരുവചനം. ഗുരുവിന്റെ ഉപദേശപ്രകാരം ദേവലൻ എന്ന
നാഗഋഷി ശിവലിംഗവുമായി പുറപ്പെട്ടു. എറണാകുളത്തെത്തിയപ്പോൾ ഒരു കുളം കണ്ട് സമീപത്ത് വിഗ്രഹം വച്ച് കുളത്തിലിറങ്ങി കുളിച്ചു. എന്നിട്ട് പൂജ തുടങ്ങി. വിചിത്രമായ ജീവിയെ കണ്ട് ജനങ്ങൾ ഉപദ്രവിച്ചോടിക്കാൻ നോക്കി. എന്നാൽ വിഗ്രഹം അവിടെ ഉറച്ചു പോയതിനാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. ആ ശിവലിംഗത്തിനു മുന്നിൽ പ്രണമിച്ചു കിടന്ന ദേവലന് അന്നേരം ശാപമോക്ഷമുണ്ടായി. ദേവലനെന്നൊര കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ. ദേവലനെന്നൊര കേവല ബാലനെ ദേവനാക്കിയ മഹാദേവനല്ലേ. നാട്ടുകാർ നാട്ടിൽ പ്രമാണിയായിരുന്ന തൂശത്ത് കൈമളെ വിവരമറിയിക്കുകയും അദ്ദേഹം എത്തി വിവരങ്ങൾ അന്വേഷിച്ച് അവിടെ ക്ഷേത്രം നിർമ്മിക്കുകയും ചെയ്തു. അതത്രേ എറണാകുളത്തപ്പൻ ക്ഷേത്രം. പ്രതിഷ്ഠിച്ചത് പരശുരാമനാണെങ്കിലും നാഗഋഷിയുടെ പേരിലാണ് എറണാകുളത്തപ്പൻ എന്ന് പറഞ്ഞ ആ പേര് അറിയപ്പെടുന്നത്. എറണാകുളത്തപ്പൻ്റെ ഈ ശരിക്കുള്ളത് കിരാതമൂർത്തിയാണ്. കിരാതമൂർത്തിയുടെ അവതാരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത്. ക്ഷേത്രത്തിന് സമീപമുള്ള കുളം അന്നു മുതൽ ഋഷിനാഗക്കുളമെന്നും ക്ഷേത്രപ്രതിഷ്ഠ ഋഷിനാഗക്കുളത്തപ്പനെന്നും അറിയപ്പെടാനിടയായതും അങ്ങനെയാണ്. എറണാകുളം എന്ന വ്യാവസായിക നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രസിദ്ധമായ മഹാരാജാസ് കോളേജിനും നിരവധി സർക്കാർ സ്ഥാപനങ്ങൾക്കും ഇടയിലായി ഈ മഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. എറണാകുളത്തപ്പൻ കരനാഥൻ, എല്ലാ വീടിനും ഗൃഹനാഥൻ. ക്ഷേത്രത്തിന്റെ ഇരുവശങ്ങളിലും കമനീയമായ ഗോപുരങ്ങൾ കാണാം. കായൽക്കരയിലൂടെ മറൈൻ ഡ്രൈവിലേക്ക് നീളുന്ന റോഡിന് വലതുവശത്തായി കാണുന്ന കവാടം കടന്ന് ഏകദേശം 100 മീറ്റർ സഞ്ചരിച്ചാൽ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരത്തിലെത്താം. ഇത് കടന്നാൽ ആനക്കൊട്ടിലായി. അതിനുമപ്പുറം സ്വർണ്ണക്കൊടിമരം. കൊടിമരം പിന്നിട്ടാൽ ബലിക്കൽപുരയിലെ സാമാന്യം വലിപ്പമുള്ള ബലിക്കല്ല്. എറണാകുളത്തെ ഏറ്റവും വിശേഷമായിട്ടുള്ള വഴിപാട് എന്താ വെച്ചാൽ ജലധാരയാണ്. ഇവിടെ സ്വയംഭൂ പ്രതിഷ്ഠയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനം ജലധാര. അഭിഷേകപ്രിയനായിട്ടുള്ള ഭഗവാനാണ് ഇവിടെ. അത്രയും വിശേഷമാണ് ജലധാര. ജലധാരയേക്കാൾ കൂടുതൽ വിശേഷമായിട്ട് ഇവിടെ ഒന്നും അനുഭവത്തിൽ കാണാനില്ല. രാവിലെ 5 മണിക്ക് 1000 കുടം എന്നും എല്ലാ ദിവസവും, ഈ ഉത്സവകാലങ്ങളിൽ 8 ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ 1000 കുടം. കേരളത്തിൽ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ 1000 കുടം നടത്തുന്ന ഒരു ക്ഷേത്രമാണ് ഈ എറണാകുളത്തപ്പൻ്റെ ക്ഷേത്രം. അത് 1000 കുടം വലിയ ചെറിയ കലശക്കുടത്തിലല്ല, വലിയ കലശക്കുടത്തിൽ ഇവിടുത്തെ കിണറിൽ നിന്ന് എല്ലാം മുക്കി കോരി കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാണ് അതിൻ്റെ പതിവ്. ഇവിടെ എറണാകുളത്ത് ഏറ്റവും പിന്നെ ആയുസ്സിനാണ് ഏറ്റവും പ്രധാനം കാണുന്നത്. എന്താ വെച്ചാൽ എള്ളോളം ആയുസ്സുണ്ടെങ്കിൽ എറണാകുളത്തപ്പം കാക്കുന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സങ്കല്പം. ഏതാണ്ട് 2 ഏക്കർ വിസ്തൃതി മാത്രമേ ക്ഷേത്ര മതിൽക്കെട്ടിനകത്തുള്ളൂവെങ്കിലും ഒരു മഹാക്ഷേത്രത്തിനു വേണ്ട എല്ലാ ഘടകങ്ങളും അതിനകത്തുണ്ട്. വടക്ക് കിഴക്കേ മൂലയിൽ പടിഞ്ഞാറ് ദർശനമായി പ്രതിഷ്ഠിച്ച അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രം കാണാം. അല്പം മാറി നാഗദേവ പ്രതിഷ്ഠകളാണ്. ക്ഷേത്രം അതിലിന് പുറത്ത് ദേവൻ ആറാട്ട് നടത്തുന്ന ഋഷിനാഗക്കുളം കാണാം. സത്യം ശിവം സകലം ശിവം, നിത്യം തൊഴാം തൊഴാം നിന്റെ പാദം. ക്ഷേത്രത്തിന്റെ കിഴക്കേ നട അടഞ്ഞാണ് കാണപ്പെടുക. ആദ്യകാലത്ത് ദേവൻ കിഴക്ക് ദർശനമായാണ് കുടികൊണ്ടതെന്നും ഉഗ്രമൂർത്തിയായ ഭഗവാന്റെ ദർശനത്താൽ ആ ഭാഗത്ത് അനിഷ്ടങ്ങൾ ഉണ്ടായതിനാൽ വില്ലുമംഗലം സ്വാമിയാർ ദിശ മാറ്റി പ്രതിഷ്ഠിക്കുകയായിരുന്നു എന്നുമാണ് വിശ്വാസം. എല്ലാരെയും കാക്കും മൃത്യുഞ്ജയൻ, ഏഴുലകങ്ങൾക്കും സച്ചിന്മയൻ. എറണാകുളത്തപ്പൻ ക്ഷേത്രത്തിന് സമീപം മറ്റു 2 ക്ഷേത്രങ്ങൾ കൂടിയുണ്ട്. ക്ഷേത്രം അതിലിന് പുറത്ത് കൊച്ചിയിലെ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് പഴയ കൊച്ചി ദിവാൻ വെങ്കിടസ്വാമി പണികഴിപ്പിച്ചു കൊടുത്ത വള്ളി ദേവയാനി സമേതനായ സുബ്രഹ്മണ്യസ്വാമിയുടെ അമ്പലമാണ് ഒന്ന്. കിഴക്കേ ഗോപുരത്തിന് പുറത്ത് വടക്കുമാറി കർണാടക ശൈലിയിൽ പണിതിരിക്കുന്ന ഹനുമാൻ സ്വാമി ക്ഷേത്രമാണ് മറ്റൊന്ന്. മഹിത മൃത്യുഞ്ജയം നീ ജപിക്ക, ഉള്ളിൽ ഓർമ്മ വയ്ക്ക, മനസ്സേ ഭഗവാനു പറനിറയ്ക്ക. സാമാന്യം വലിപ്പമുള്ള വട്ടശ്രീ കോവിലാണ് എറണാകുളത്തപ്പൻ്റേത്. ഇത് കരിങ്കല്ലിൽ തീർത്തതും ചെമ്പുമേഞ്ഞതുമാണ്. അതിനുള്ളിൽ 2.5 അടിയോളം ഉയരമുള്ള ശിവലിംഗമാണ് പ്രതിഷ്ഠ. പ്രധാന ശ്രീകോവിലിന്റെ നേർ
വടക്ക് കിരാതമൂർത്തി കുടികൊള്ളുന്നു. ഗണപതിയും സുബ്രഹ്മണ്യനുമാണ് മറ്റുപദേവതമാർ. സ്ഥലപരിമിതിക്കുള്ളിലും നാലമ്പലവും നമസ്കാര മണ്ഡപവും സൗകര്യപ്രദമായ രീതിയിൽ നിർമ്മിച്ചിട്ടുണ്ട്. മകരമാസത്തിലെ തിരുവാതിര നാൾ ആറാട്ടു വരും വിധം 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിൽ നടത്തുക. പഞ്ചവാദ്യം, പാണ്ടിമേളം, കുടമാറ്റം, എഴുന്നള്ളത്ത് എന്നിങ്ങനെയുള്ള ചടങ്ങുകൾ ഉത്സവത്തെ മനോഹരവും ഭക്തി നിർഭരവുമാക്കുന്നു. ഉത്സവത്തിന് മുളയിട്ടുള്ള 8 ദിവസത്തെ ഉത്സവമാണ്. അതിനു മുമ്പ് ഉത്സവത്തിന് 3 ദിവസം മുമ്പ് കലശത്തിൻ്റെ ശുദ്ധിയായിട്ടുള്ള കലശത്തിൻ്റെ ചടങ്ങ് തുടങ്ങി ബ്രഹ്മകലശത്തോടുകൂടി ബിംബത്തിനെ ശുദ്ധിയാക്കി ഉത്സവത്തിൻ്റെ ചടങ്ങ് ആരംഭിക്കുന്നതാണ്. ഈ ഉത്സവത്തിന് പുറമെ ശിവരാത്രി, ധനുമാസത്തിലെ തിരുവാതിര എന്നിവയും എറണാകുളത്തപ്പന്റെ ആഘോഷ ദിനങ്ങളാണ്. തിരക്കേറിയ കൊച്ചി നഗരത്തിന്റെ നിലയ്ക്കാത്ത ചലനങ്ങളുടെയും ശബ്ദഘോഷത്തിന്റെയും നടുവിലും ശാന്തവും സ്വസ്ഥവുമായ ആരാധനയ്ക്ക് അവസരമൊരുക്കിക്കൊണ്ട് നിലകൊള്ളുകയാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള എറണാകുളത്തപ്പന്റെ തിരുസന്നിധി. ഈ മതിലകത്തെത്തിയാൽ വിസ്തൃതമായ കായൽ പരപ്പ് പോലെ മനസ്സ് ശാന്തമായി തീരും. പഞ്ചാക്ഷരിയുടെ കല്ലോലങ്ങൾ മാത്രം ഇളകിക്കൊണ്ടിരിക്കും. ഭക്തിയുടെ കുളിർമയുള്ള പ്രണവമന്ത്ര സമന്വിതമായ പഞ്ചാക്ഷരി. ഓം നമഃ ശിവായ. താമരയിലയിലെ ജലകണികയെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉടയാതെ, പടരാതെ, ഒട്ടിപ്പിടിക്കാതെ വെള്ളിമുത്തുപോലെ ഉരുണ്ടു നടക്കും. ലൗകിക ജീവിതമാകുന്ന താമരയിൽ സ്വത്വം നഷ്ടപ്പെടാതെ, ഉടഞ്ഞു പടരാതെ നിലനിൽക്കാൻ ഏവർക്കും കഴിയട്ടെ എന്ന ആശംസയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാകുന്നു. ഏവർക്കും നന്ദി.